അസ്സലാമു അലൈക്കും. സുബഹി നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ചിന്ത മുഴുവൻ ഫർസാനെക്കുറിച്ചായിരുന്നു. എന്താണ് അവളുടെ മനസ്സിൽ? അവൾക്കെന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലേ? എന്താ, ഇഷ്ടപ്പെടാഞ്ഞിട്ടായിരിക്കോ ഇങ്ങനെയൊക്കെ ഒരു പെരുമാറ്റം? അതോ മറ്റെന്തെങ്കിലും? അതല്ല, പെൺകുട്ടികളൊക്കെ എങ്ങനെ ആയിരിക്കുമോ? ഇനിയിപ്പോൾ ഭാര്യയിൽ നിന്നും ഞാനാണോ കൂടുതൽ ആഗ്രഹിക്കുന്നത്? എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. ഇത്രയൊക്കെ ആയില്ലേ, ഇനി എന്ത് പേടിക്കാൻ? ചിന്തകൾക്ക് ശക്തി പകർന്ന് അവൻ വീട്ടിലേക്ക് കയറി. അകത്തേക്ക് ചെന്ന് അടുക്കള ഭാഗത്തേക്കൊന്ന് തലയിട്ടതും സുറുമി പറഞ്ഞു, പുതിയാപ്പിള വന്നല്ലോ ഫർസീർ, നീ അവനെ ചായ കൊടുക്ക്. പള്ളിയിൽ പോയി വന്നാൽ അവനുള്ള ചായ ഇനി മുതൽ നീ വേണം കേട്ടോ കൊടുക്കാൻ എന്ന് പറഞ്ഞ് സുറുമി ഷാഫിയുടെ മുഖത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് കണ്ടതും ഷാഫിക്ക് ആ നോട്ടത്തിൻ്റെ പൊരുൾ മനസ്സിലായി. സുറുമിത്ത തൻ്റെ മനസ്സ് വായിക്കുകയാണെന്ന് മനസ്സിലായതും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല, എവിടെ അമ്മായിമ്മ? എവിടെ? അമ്മായിമാനെ കാണില്ലല്ലോ. അവൻ്റെ ചോദ്യം കേട്ട് വഫ പറഞ്ഞു, പുറത്തുണ്ട്, എന്തോ ജോലിയിലാണ്. ഉമ്മയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ഉമ്മ പറഞ്ഞു, നീ ചായ കുടിച്ചോ? അങ്ങോട്ട് ചെല്ല്, അവളെടുത്ത് തരും. ഇനി നിങ്ങൾ രണ്ടാളും കൂടി കുടിക്ക്. അതെന്താ, ഉമ്മാക്ക് വേണ്ടേ? അവൾക്കേ നിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിക്കണ്ടേ? ഞങ്ങളാരും നിൻ്റെ കാര്യങ്ങൾ നോക്കൂല. ഉമ്മ, അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. എൻ്റെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ നോക്കണം. ഓളെൻ്റെ ഭാര്യയാണ്, നിങ്ങളല്ല എൻ്റെ അമ്മ. പെറ്റ വേദന സഹിച്ച കണക്ക് പറയാം. നിങ്ങൾ തന്നെ എൻ്റെ കാര്യം നോക്കണം കേട്ടോ. ഷാഫിയോട് സംസാരിച്ചെന്നാൽ അവൻ തന്നെ അവസാനം ജയിക്കുമെന്ന് ഉറപ്പുള്ള ഉമ്മ അവൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, ഓൾക്കിപ്പോഴും ഓളെ വീട് വിട്ടു പോന്ന ആ ടെൻഷൻ മാറിയിട്ടില്ല. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ചോദിച്ചാൽ മാത്രം മറുപടി പറയണം. ഒരു ദിവസമല്ലേ ആയുള്ളൂ. അതിൻ്റെ പ്രശ്നം ആണ്. ഇന്ത്യയൊക്കെ കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് ഞാനാണ് അടുക്കളയിൽ കയറി എല്ലാം ഉണ്ടാക്കിയത്. എൻ്റെ ബാപ്പാൻ്റെ അമ്മ അതൊരു സാധനമായിരുന്നു. ഞാൻ പാവമായതുകൊണ്ട് ഓളൊക്കെ ഭാഗ്യം. ഉമ്മയുടെ വർത്തമാനം കേട്ട് ഷാഫി ചിരിച്ചു എന്നല്ലാതെ കൂടുതൽ ആ വിഷയത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോൾ അവൾ തന്നെയാണ് വിളമ്പിയത്. ഒരു തരം വിളമ്പൽ. ഷാഫിയുടെ മുഖത്തേക്ക് നോക്കിയോ മറ്റോ ചെയ്യുന്നില്ല. എല്ലാം ശ്രദ്ധയോടെ നോക്കി കാണുന്ന ഷാഫി അവളോട് പറഞ്ഞു, ഒരു പ്ലേറ്റ് കൂടി എടുത്തു വരൂ. അവൾ എന്തിനാണെന്ന മട്ടിൽ അവിടെ തന്നെ നിന്നപ്പോൾ ഷാഫി ചിരിച്ചുകൊണ്ട് തന്നെ അവളോട് അല്പം സ്വരം കടുപ്പിച്ച് പറഞ്ഞു, പറഞ്ഞത് കേട്ടില്ലേ, ഒരു പ്ലേറ്റ് കൂടി കൊണ്ടുവാ. അതോടെ അവൾ അടുക്കളയിൽ പോയി പ്ലേറ്റുമായി വന്നു. ഷാഫി കൈ കാണിച്ച് അവളോട് ഇരിക്കാൻ പറഞ്ഞു. ഞാൻ പിന്നെ കഴിച്ചോളാം എന്നവൾ പറഞ്ഞു. ഷാഫി വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി. അതെന്താ, എൻ്റെ കൂടെ കഴിക്കാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? അവളൊന്നും മിണ്ടിയില്ല. ഷാഫിയുടെ കിതപ്പ് കൂടുന്നത് അവനെ അറിയുന്നുണ്ടായിരുന്നു. ഇരിക്കൂ എന്ന് അവൻ വീണ്ടും പറഞ്ഞപ്പോൾ അവൾ നൃത്തം നിന്നപ്പോൾ, ഷാഫി, നിനക്കിവിടെ ഇരിക്കാൻ താല്പര്യമില്ലെങ്കിൽ എൻ്റെ മുന്നിലിങ്ങനെ നിൽക്കണ്ടട്ടോ. ഞാൻ വിളമ്പി കഴിച്ചോളാം. വിളമ്പാനൊക്കെ എനിക്കറിയാം. ഇവരുടെ സംസാരം അപ്പുറത്ത് നിന്നും കേട്ടതുപോലെ സുറുമി പെട്ടെന്ന് അങ്ങോട്ട് വന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങളെ പിന്നീട് കഴിക്കാട്ടോ, നീ കഴിക്ക് എന്ന് പറഞ്ഞ് സുറുമി അവളോട് കിച്ചണിലേക്ക് ചെല്ലാൻ പറഞ്ഞു. തല താഴ്ത്തി ഭക്ഷണം കഴിക്കുന്ന ഷാഫിയോട് സുറുമി കൂടുതലൊന്നും പറയുകയോ മറ്റോ ചെയ്തില്ല. അന്നുച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് റൂമിലേക്ക് വന്ന ഫർസാനയോട് ഷാഫി പറഞ്ഞു, നമുക്കേ ഇന്ന് വൈകുന്നേരം ഒന്ന് കറങ്ങാൻ പോയാലോ? അവൾ എങ്ങോട്ടാണെന്ന് പോലും ചോദിക്കാതെ ഒറ്റ മറുപടി, ഞാനില്ല. നീയില്ലാതെ പിന്നെ ഞാനെങ്ങനെ പോകും? അതെനിക്കറിയില്ല. അല്ല, എന്താണ് നിൻ്റെ പ്രശ്നം? ഞാൻ എന്ത് ചോദിച്ചാലും ഈ തർക്കുത്തരാണല്ലോ പറയുന്നത്. അതോ വന്ന് കയറിയപ്പോൾ തന്നെ? എനിക്കൊരു പ്രശ്നവുമില്ല, നിങ്ങളായിട്ടേ ഉണ്ടാക്കാഞ്ഞാൽ മതി. ഷാഫി ദേഷ്യം കടിച്ചമർത്തി പിന്നീട് ഒന്നും പറഞ്ഞില്ല. അവൾ ബെഡിൽ വന്നിരുന്ന് നിലത്തേക്ക് നോക്കിയിരുന്ന ഇരുത്തം നോക്കി ഷാഫി അങ്ങനെ കിടന്നു. ഇനി എന്തെങ്കിലും ഇങ്ങോട്ട് ചോദിക്കട്ടെ? അവൾ ആ ഇരുത്തം അസർ ബാങ്ക് വരെ കൊടുക്കുന്നത് വരെയിരുന്നു. ഷാഫി കൂടുതലൊന്നും അവളോട് ചോദിക്കാതെയും പറയാതെയും ഡ്രസ്സ് മാറ്റി പുറത്തേക്കിറങ്ങി. അങ്ങാടിയിലേക്ക് വരാമെന്ന് പറഞ്ഞ ഉബൈദിന് ബ്രോക്കർ പൈസ നൽകാൻ വേണ്ടി കുറേ നേരം കാത്തു നിന്നെങ്കിലും അവനെന്തോ തിരക്കിൽപ്പെട്ട് വരാൻ കഴിയാത്ത കാരണം വീട്ടിലേക്ക് തന്നെ മടങ്ങുകയായിരുന്നു. വീട്ടിലെത്തി റൂമിലേക്ക് ചെല്ലുമ്പോൾ റൂമിൻ്റെ വാതിൽ അകത്തുനിന്നും ഫർസാന ലോക്ക് ചെയ്തിട്ടുണ്ട്. 1-2 വട്ടം ഡോറിൽ മുട്ടിയെങ്കിലും അവൾ തുറന്നില്ല. ബാത്റൂമിലോ മറ്റോ ആകുമെന്ന് ചിന്തിച്ച് കുറച്ചു നേരം അവിടെ നിന്ന് നോക്കിയെങ്കിലും തുറക്കാഞ്ഞത് കണ്ടപ്പോൾ ശക്തിയായി വാതിലിൽ മുട്ടിയതും അവൾ വാതിൽ തുറന്നു. നീ എന്താ വാതിൽ തുറക്കാഞ്ഞത്? ഫോണിൽ സംസാരിച്ചിരിക്കുകയാണെന്ന് മനസ്സിലായത് അവളുടെ കയ്യിലിരിക്കുന്ന ഫോണിൽ നിന്ന് ആരോ സംസാരിക്കുന്നത് കേട്ടപ്പോഴാണ്. തന്നെ കണ്ടിട്ടും കട്ടാക്കാത്തത് വേണ്ടപ്പെട്ട ആരോ ലൈനിൽ ഉണ്ടായത് കൊണ്ടാണെന്ന് ഷാഫിക്ക് മനസ്സിലായി.
ഷാഫി ആ ഭാഗത്തേക്ക് നോക്കാതെ ഡ്രസ്സ് മാറുമ്പോൾ അവൾ ഫോൺ കൊണ്ടുവന്ന് നീട്ടി പതുക്കെ പറഞ്ഞു, ഉപ്പയാണ്. ഫോൺ വാങ്ങാതെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ഡ്രസ്സ് മാറ്റിക്കൊണ്ടിരുന്നു. അവൾ ഫോണിലൂടെ ഞാൻ അങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് ആ ഫോൺ കട്ട് ചെയ്തു. ശേഷം ചോദിച്ചു, അതെന്താ നിങ്ങൾ എൻ്റെ ഉപ്പയോട് സംസാരിക്കാത്തത്? ഷാഫി ഒന്നും മിണ്ടിയില്ല. അവൾ മുന്നിലേക്ക് വീണ്ടും വന്ന് ചോദിച്ചപ്പോൾ ഷാഫി പറഞ്ഞു, ഞാൻ എന്തിനാണ് നിൻ്റെ ഉപ്പയോട് സംസാരിക്കുന്നത്? നീ ഇവിടെ വന്ന ശേഷം എന്നോട് എങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്? അതൊക്കെ ഒന്ന് റെഡി ആവട്ടെ, എന്നിട്ട് ഞാൻ സംസാരിക്കാം നിൻ്റെ വീട്ടിലുള്ളവരോട്. ആദ്യം നീ ഒന്ന് എന്നോട് മര്യാദക്ക് സംസാരിക്കേ, മര്യാദക്ക് പെരുമാറ്, എന്നിട്ടല്ലേ നിൻ്റെ വീട്ടുകാരോടൊക്കെ സംസാരിക്കൽ. അതെ, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി കറക്റ്റ് തരാനിട്ടല്ലേ. എന്ത് കാര്യം? നീ എന്ത് ചോദിച്ചത്? ഓർമ്മയില്ലേ നിങ്ങളെ ആദ്യത്തെ ഭാര്യ ഇവിടെ നിന്നും പോകാനുണ്ടായ കാരണം എന്താണെന്ന് ഞാൻ ചോദിച്ചത്? നിങ്ങളന്ന് എന്നോട് പറഞ്ഞ് ആ മറുപടി കളവല്ലേ. എല്ലാം എനിക്കറിയാം. അത് ശരി, ഞാൻ തന്ന മറുപടി കള്ളായിരുന്നെന്ന് വിശ്വസിച്ചാണല്ലേ നടക്കുന്നത്? അല്ല, നിനക്കെന്താണ് അറിയുന്നതെന്ന് പറയോ? ഞാൻ എന്നോട് പറഞ്ഞത് മുഴുവൻ സത്യസന്ധമായ കാര്യങ്ങളാണ്. എനിക്ക് ആരോടും അവളുടെ കാര്യത്തിൽ നുണ പറഞ്ഞ് പിടിച്ചു നിൽക്കേണ്ട ഒരു കാര്യമില്ല. ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ചോദിച്ചു നോക്ക്. ഇവിടെയുള്ളവരെല്ലാം നിങ്ങളെ വീട്ടുകാരല്ലേ, അവരും നിങ്ങളെ സൈഡല്ലേ നിൽക്കുക. എനിക്കൊരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. എന്താ നിനക്കറിയേണ്ടത്? എന്താണെന്ന മട്ടിൽ ഷാഫി അവളെ തന്നെ നോക്കി. ഷാഫിയുടെ സകല ക്ഷമയും തകർക്കാൻ പാകത്തിൽ അവൾ പറഞ്ഞു, നിങ്ങളെ ജ്യേഷ്ഠൻ്റെ ഭാര്യയും നിങ്ങളും തമ്മിലുള്ള വഴിവിട്ട ബന്ധം അവൾ കണ്ടെത്തിയത് കൊണ്ടല്ലേ നിങ്ങൾ അവരെ ഒഴിവാക്കിയത്? ദേഷ്യം കയറിയ ഷാഫി ഒരടിക്കുള്ള വകുപ്പ് ഇവിടെ ഉണ്ടായിട്ടും ഒന്നും പറയുകയോ ചെയ്യുകയോ ചെയ്യാതെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ടിരുന്നു. വല്ലതും പറഞ്ഞു പോയാൽ വീട്ടുകാരൊക്കെ അറിയും. ദേഷ്യം കയറി പറയാൻ തുടങ്ങിയാൽ പിന്നീട് മനസ്സിലുള്ള ദേഷ്യം മുഴുവൻ തീർക്കാതെ നിർത്താനും കഴിയില്ലെന്ന് അവനറിയാമായിരുന്നു. പാവം സുറിമിത്ത, എൻ്റെ കാര്യത്തിൽ ഒരല്പം ശ്രദ്ധ നൽകിയത് ഫെബിന എന്ന പിശാച്ച് നൽകിയ ശിക്ഷയാണ് ഞാനീ കാണുന്നത്. അവളെ നീ വെറുതെ വിടല്ലേ നാഥാ എന്ന് ഷാഫി മനമുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ഫർസാനയോട് വീണ്ടും ചോദിച്ചു. നിന്നോട് ഈ കാര്യങ്ങളൊക്കെ ആരാ പറഞ്ഞത്? എന്നോട് ആരും പറഞ്ഞതല്ല, എൻ്റെ അനിയത്തിനോട് ആരോ പറഞ്ഞതാണത്രേ. കല്യാണത്തിന് അന്നാണ് അവൾ അറിഞ്ഞത്. മുൻപ് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനിതിന് സമ്മതിക്കില്ലായിരുന്നു. എനിക്കിതിൻ്റെ സത്യം അറിയണം, അല്ലെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നതും. ഫെബിനയുടെ വീട്ടുകാരും അല്ലെങ്കിൽ കുടുംബക്കാരും ആയിരിക്കും ഈ വിഷയം ഇവളുടെ വീട്ടിൽ അറിയിച്ചിരിക്കുക എന്ന് മനസ്സിലാക്കി ഷാഫി അവളോട് ഗൗരവം കുറച്ച് പറഞ്ഞു. ഞാൻ എങ്ങനെ പറഞ്ഞാലും കാര്യങ്ങൾ നീ വിശ്വസിക്കില്ല, പിന്നെ എന്താ ഞാൻ ചെയ്യുക? ഞാൻ അന്നെ സത്യം പറഞ്ഞില്ലേ? വിശ്വസിക്കും. ഖുറാനെ പിടിച്ച് സത്യം ചെയ്യണം, നിങ്ങളും സുറുമിത്തയും. മിണ്ടാതെ നടന്നപ്പോൾ സംസാരിക്കാനില്ലെന്ന് തെറ്റിദ്ധരിച്ച് അവളുടെ നാവിൻ്റെ ഇപ്പോഴത്തെ നീളം കണ്ട് അമ്പരന്ന് പോയ ഷാഫി പറഞ്ഞു, എന്തിനാണ് ഞങ്ങൾ രണ്ടുപേരും മാത്രമാക്കുന്നത്? ഉമ്മയും ഉപ്പയും പെങ്ങന്മാരും ജ്യേഷ്ഠന്മാരും അവരെ ഭാര്യമാരും എല്ലാവരും കൊണ്ടും സത്യം ചെയ്യിക്കുക. എന്തോ പറ്റുമോ? എന്നിട്ട് നീ വിശ്വസിച്ചാൽ മതി. പറഞ്ഞത് അല്പം കൂടിപ്പോയെന്ന് മനസ്സിലായതുപോലെ ഫർസാന പറഞ്ഞു, എന്നാലേ നിങ്ങൾ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഖുർആൻ തൊടാതെ ഞാൻ പറയുന്നത് നിനക്ക് വിശ്വാസമില്ലല്ലേ? അവൾ ഒന്നും മിണ്ടിയില്ല. ശരി, ഞാനേ ഖുർആൻ തൊട്ട് നടന്നത് മുഴുവൻ പറയാം. കൂടെ ഒരു കാര്യം കൂടി എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. എന്താണെന്ന് കേൾക്കാൻ അവൾ ഷാഫിയുടെ മുഖത്തേക്ക് നോക്കിയതും അവൻ പറഞ്ഞു, നീ ഇപ്പോഴേ ഈ സമയം വരെ നിൽക്കുന്നത് എൻ്റെ ഹൃദയത്തിലാണ്. ഇത്രയൊക്കെ എന്നോട് കാണിച്ചിട്ടും ഞാൻ മഹർ നൽകി കിട്ടിയ പെണ്ണാണെന്നുള്ള രീതിയിലാണ് ഞാൻ നിന്നെ കാണുന്നത്. എൻ്റെ വാക്ക് വിശ്വാസമില്ലെന്ന് പറഞ്ഞ് നീ എന്നെക്കൊണ്ട് ഈ ഖുർആൻ തൊട്ട് സത്യം ചെയ്യിപ്പിച്ചാലേ, അങ്ങനെ മാത്രമാണ് ഞാൻ പറയുന്നത്. നിനക്ക് വിശ്വാസം വരൂ എന്നാണെങ്കിൽ നീ പിന്നീട് എൻ്റെ ഹൃദയത്തിൻ്റെ പുറത്തായിരിക്കും. വീണ്ടും കയറാൻ നീ ഒരുപാട് ബുദ്ധിമുട്ടേണ്ട അവസ്ഥ വരും കേട്ടോ. അവൾ അവൻ്റെ സംസാരത്തിലെ ഗൗരവം മനസ്സിലാക്കാതെ മറുപടിയൊന്നും പറഞ്ഞില്ല. അവൾക്ക് നിർബന്ധമാണെന്ന് മനസ്സിലാക്കിയ ഷാഫി ഒളു ചെയ്ത് വന്ന് ഖുർആൻ എടുക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൾ കാണാതിരിക്കാൻ അവൻ മുഖം തുടച്ചുകൊണ്ടേയിരുന്നു. ബിസ്മി ചൊല്ലി ജീവിതമെന്ന രണാങ്കണത്തിൽ ഏത് സാഹചര്യവും നേരിടേണ്ട അവസ്ഥ വന്നാലും എല്ലാം നിൻ്റെ നാഥൻ്റെ തീരുമാനമില്ലാതെ മറ്റൊന്നുമില്ല എന്ന് ഉറച്ചു വിശ്വസിക്കണമെന്നും ക്ഷമയോടെ നേരിടണമെന്നുള്ള സൃഷ്ടികളുടെ നാടി നരമ്പുകൾക്ക് ജീവൻ്റെ തുടിപ്പ് നൽകിയവൻ്റെ ഓർമ്മപ്പെടുത്തൽ മനസ്സിലോർത്തുകൊണ്ട്
ഏഴാകാശവും അതിലുള്ളതും കണ്ടിറങ്ങി വന്ന മാലാഖ ജിബ്രയിൽ നിന്നും ക്ഷമയുടെ നേതാവും മാതൃകയാക്കേണ്ടവർക്ക് പാഠപുസ്തകം പോലെ ഒരായുസ്സും കിട്ടിയ വിശ്വാസികളുടെ മനസ്സും മൗനവും നിശബ്ദതയും മദീനയിലേക്ക് വഴി തെറ്റിക്കാതെ സഞ്ചരിക്കാൻ കാരണക്കാരായവൻ. ഏറ്റുവാങ്ങിയ ഖുർആനിലെ ആയത്തുകൾ തൊട്ട് സ്വന്തം ഭാര്യയുടെ വിശ്വാസം നേടാൻ സാഹചര്യങ്ങൾക്ക് പണയം വെച്ച നിവർത്തികേടിന് മുമ്പിൽ തോറ്റുപോയ ഷാഫി എന്ന വെറും മനുഷ്യൻ നടന്ന കാര്യങ്ങൾ ഓരോന്നായി പറയാൻ തുടങ്ങി. ഖുർആൻ തുറന്ന് അതിൽ കൈവച്ച് ഷാഫി നടന്ന കാര്യങ്ങൾ ഓരോന്നായി പറഞ്ഞുകൊണ്ടിരുന്നു. ഇടയ്ക്ക് വാക്കുകൾക്ക് ഇടർച്ച സംഭവിച്ചിട്ടും അവനെ നോക്കാതെ തൊട്ടരികിലിരുന്ന് താൻ പറഞ്ഞത് അയാൾ അനുസരിക്കുന്നു എന്ന മട്ടിലിരിക്കുന്ന ഫർസാനയെ ഷാഫി നോക്കിയതേയില്ല. മറിച്ച് ഈ ഖുർആൻ നാളെ ആഖിറത്തിൽ തനിക്ക് മുന്നിലേക്ക് വന്ന് ഇപ്പോൾ താൻ അനുഭവിക്കുന്ന വേദനകൾക്ക് പകരം സന്തോഷം നൽകാൻ റബ്ബിനോട് വാദിക്കുമെന്നുള്ള സന്തോഷം മനസ്സിലേക്ക് വന്നപ്പോൾ ആശ്വാസം തോന്നിയത് അനുഭവിക്കുകയായിരുന്നു. എല്ലാം പറഞ്ഞു കഴിഞ്ഞതും അവസാനം പറഞ്ഞു, ഇത്രയുമാണ് സംഭവിച്ചത്. അവളുടെ ഫോട്ടോ കണ്ടപ്പോൾ പുരികം ത്രെഡ് ചെയ്ത് കാരണമാണ് ഫോട്ടോ കണ്ടപ്പോൾ തന്നെ സുറിമിത്ത ആ ബന്ധം വേണ്ടെന്ന് പറഞ്ഞത്. അതിനവൾ കണ്ടെത്തിയ കാരണം ഇത്രയൊരു മോശമായ കഥയാണ്. നിന്റെ ചെവിയിലേക്കും അവളിത് എത്തിച്ചില്ലേ? ഇനി നിനക്കിത് വേണമെങ്കിൽ വിശ്വസിക്കാം. ഈ വിഷയം ആലോചിച്ച് നിനക്ക് ഇനിയും ഇവിടെ നിൽക്കാൻ സമാധാനം കിട്ടുന്നില്ല എങ്കിൽ നാളെ തന്നെ നിന്റെ ഉപ്പയോട് വന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ പറയാം. ഷാഫി ഖുർആൻ തൊട്ട് സത്യം ചെയ്തതോടെ ഫർസാനയുടെ ചിന്ത പിന്നീട് പോയത് ഇയാൾ എന്തു പറഞ്ഞാലും അനുസരിക്കും എന്നുള്ളതായിരുന്നു. കൂടുതൽ ആ വിഷയത്തെക്കുറിച്ച് അവൾ പറയാതെ പറഞ്ഞു, ഇനി എൻ്റെ ഉപ്പാക്ക് നിങ്ങൾ വിളിക്ക്. ഞാൻ എന്തിനാ വിളിക്കണത്? എന്നോട് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ അവരെ ഇങ്ങോട്ട് വിളിക്കണ്ടേ? അതെന്താ? എൻ്റെ ഉപ്പ നിങ്ങളെയും ഉപ്പയല്ലേ? അതൊക്കെ ശരി തന്നെ, പക്ഷേ ഒരാവശ്യമില്ലാതെ ഞാനിപ്പോൾ വിളിക്കില്ല. നീ വന്നിട്ട് ആകെ 2 ദിവസം ആവുന്നല്ലേ ഉള്ളൂ. ഞാൻ എൻ്റെ വീട്ടിൽ പോയാൽ അവിടെയുള്ള നിങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്ക് വിളിച്ചില്ലെങ്കിൽ അപ്പോഴും ഇത് തന്നെ പറയണം കേട്ടോ. ഷാഫി മറുപടിയൊന്നും പറഞ്ഞില്ല. കാരണം അവളുടെ യഥാർത്ഥ ക്യാരക്ടർ പുറത്തേക്ക് വരാൻ തുടങ്ങിയിരിക്കുന്നു. ശ്രദ്ധയോടെ വേണം അവൾക്ക് മറുപടികൾ നൽകാൻ. തൻ്റെ വീട്ടുകാരെ ഓർത്തെങ്കിലും പ്രശ്നങ്ങൾ താനായിട്ടുണ്ടാക്കാൻ നിൽക്കരുതെന്ന് മനസ്സിൽ പറഞ്ഞ ഷാഫി ഉബൈദിനെ വിളിക്കാനായി പുറത്തേക്ക് നടന്നു. നടക്കുന്നതിനിടയിൽ പെട്ടെന്നാണ് അവനെ വിളിക്കാൻ വരട്ടെ, ഇവളുടെ സ്വഭാവമൊന്നറിയട്ടെ, എന്നിട്ട് മതി അവനെ കാണുന്നതും എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നതും എന്ന് തോന്നിയപ്പോൾ അകത്തേക്ക് തന്നെ കയറി. അകത്തിരുന്ന് വീട്ടുകാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആബിദ പറഞ്ഞു, ഫർസാന എന്താ എപ്പോൾ ഇങ്ങനെ നോക്കിയാലും ഒരാലോചനയാണ്. കേട്ടപ്പോൾ ഉമ്മ പറഞ്ഞു, നീ ഇനി ഓരോന്നും ഉണ്ടാക്കിക്കോ, കയറി വന്നില്ല അപ്പോഴേക്കും എല്ലാ കുട്ടികളും നിന്നെപ്പോലെ വാഴ തോരാതെ സംസാരിക്കോ. ഷാഫി തല താഴ്ത്തിയിരുന്നു എന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല. ആ സമയത്താണ് മുംതാസ് അങ്ങോട്ട് വരുന്നത്. അവൾ പറഞ്ഞു, ഫർസാന എന്നോട് സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവൾക്ക് തുടർന്ന് പഠിക്കാൻ ആഗ്രഹമുണ്ടെന്നും പോകണമെന്നൊക്കെയാണ് പറയുന്നത്. ഷാഫി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതിനിപ്പോൾ എന്താ, താല്പര്യം ഉണ്ടെങ്കിൽ പോകട്ടെ അല്ലേ ഉമ്മ. ഉമ്മ ഷാഫിയൊന്ന് നോക്കി ഇവനൊന്ന് പറ്റിയെന്ന മട്ടിൽ. അപ്പോഴാണ് ഉപ്പ അങ്ങോട്ട് വരുന്നത്. നമുക്കേ അവരെ വീട്ടിലേക്കും അവർക്ക് ഇവിടേക്കൊക്കെ ഒന്ന് വരണ്ടേ? ആ പിന്നെ വേണ്ടാതെ, അടുക്കള കാണലൊക്കെ കഴിഞ്ഞിട്ട് നമുക്കെല്ലാവർക്കും കൂടി അങ്ങോട്ട് പോവാം. എന്നാൽ നാളെ തന്നെ അവരോട് വരാൻ പറഞ്ഞാലോ? ഈ രാത്രിയാണ് വിളിച്ചു പറയുന്നത്. നാളെ അവിടെ പോയി പറയാം. ഫോണിലൂടെ പറഞ്ഞാൽ ശരിയാവോ? ഷാഫി അങ്ങനെ ചോദിച്ചു. ഫോണിലൂടെയാണ് ഇപ്പോൾ കല്യാണം വരെ പറയുന്നത്. കൂടുതൽ ഓമനിക്കണ്ട, അല്പം വില തുടക്കത്തിൽ തന്നെ ഉണ്ടായിക്കോട്ടെ എന്ന് ഉമ്മ പറഞ്ഞു. അത് കേട്ടതും ഷാഫി പറഞ്ഞു, അതാണ് എനിക്കും വേണ്ടത്. ഇനി അങ്ങനെ പറഞ്ഞാൽ നിങ്ങളൊക്കെ പറയും ഞാൻ പറഞ്ഞതല്ലേ എന്ന്. അതിൻ്റെ ശരി, അതുകൊണ്ട് പറഞ്ഞതാ. ആ എന്നാൽ അങ്ങനെ ചെയ്യാം. നാളെ ഞാൻ അവർക്ക് വിളിച്ച് മറ്റന്നാൾ അവരോട് എല്ലാവരോടും ഇങ്ങോട്ട് വരാൻ പറയാട്ടോ എന്ന് പറഞ്ഞ് ഉപ്പ ഭക്ഷണം വിളമ്പാൻ പറഞ്ഞു. ഭക്ഷണം കഴിച്ച് റൂമിലേക്ക് വന്നപ്പോൾ അവൾ ഫോണിൽ സംസാരിക്കുകയാണ്. നീ ഭക്ഷണം കഴിച്ചോ എന്ന് ഷാഫി അവളോട് ചോദിച്ചു. എന്നെ ആരും വിളിച്ചില്ല ഭക്ഷണം കഴിക്കാൻ എന്നവൾ മറുപടി നൽകി. ഫോണിലാണോ നീ? ഷാഫി വീണ്ടും ചോദിച്ചു. അല്ലെന്ന് പറയാതെ അവൾ ഫോൺ ബെഡിലേക്കിട്ടു. നീ ഇപ്പോൾ ഈ വീട്ടിലെ ഒരു അംഗമാണ് ഫർസാന. ആരും വിളിച്ചു കൊണ്ടുപോയി ഭക്ഷണം കഴിക്കാനൊന്നും കാത്തിരിക്കണ്ട. സമയമായാൽ താഴേക്ക് ചെല്ലുക. എല്ലാവർക്കും ഭക്ഷണം എടുത്തു കൊടുക്കണം. നാളെ മുതൽ അങ്ങനെയല്ലേ എല്ലാവരോടും ഇണങ്ങാൻ പഠിക്കുക. കൂടുതലൊന്നും പറയാതെ വാതിൽ വലിച്ചടച്ച് അവൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല എന്ന സൂചന നൽകി അവൾ താഴേക്ക് പോയി. താഴേക്ക് പോയ അവളെന്താണ് ചെയ്യുന്നത് നോക്കാൻ പതുക്കെ വാതിൽ തുറന്നതും അവളോട് സുർമി പറഞ്ഞു, നിന്നെ കാത്തു നിൽക്കാൻ ഞങ്ങളൊക്കെ, നമുക്ക് ഫുഡ് കഴിച്ചാലോ? അവളുടെ മറുപടി ഒന്നും കേട്ടില്ല. അതോടെ ഒരു കാര്യം ഉറപ്പായി.
ഉള്ളിൽ പകയുള്ള സാധനമാണെന്ന് അവളെന്ന്. ഏതായാലും തനിക്ക് കിട്ടുന്നതൊക്കെ ഇങ്ങനെയുള്ള കുട്ടികളാവുന്നെന്ന് തൻ്റെ വിധിയാണെന്ന് ഉറപ്പിച്ച് ഷാഫി അവളെയും പ്രതീക്ഷിച്ച് കാത്തിരുന്നു. ഇനിയിപ്പോൾ അല്പം റൊമാൻറ്റിക്കായി പെരുമാറി നോക്കാം. ഇനിയിപ്പോൾ ഞാനിങ്ങനെ സ്ട്രോങ് ആണെന്ന് തോന്നിയത് കൊണ്ടാവും അവൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. ഇതിനെയും കൊണ്ട് മുന്നോട്ട് പോകണമല്ലോ. എന്തായാലും ഒന്ന് റൊമാൻറ്റിക്കായി എന്ന് ശ്രമിച്ചു നോക്കാം. ഫെബിനയെ ഒഴിവാക്കിയപ്പോൾ പലരും പറഞ്ഞത് ഷാഫി അല്പം ക്ഷമയോടെ നിന്നിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നായിരുന്നല്ലോ. ഇനി ക്ഷമയില്ലാഞ്ഞിട്ട് പെൺകുട്ടികളാരും ഇവിടെ നിന്ന് പോകണ്ട. അവൾ പതിവ് പോലെ കുടിക്കാനുള്ള വെള്ളം നിറച്ച ജഗ്ഗുമായി വന്നു. അവൾ ബാത്റൂമിൽ കയറി കുളിയും കഴിഞ്ഞ് വന്നപ്പോൾ ഷാഫി പറഞ്ഞു, നാളെ ഉപ്പ നിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. മറ്റന്നാൾ അവരെയൊക്കെ ഇങ്ങോട്ട് ക്ഷണിക്കാൻ. ഇത് പറഞ്ഞിട്ടും അവളൊന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അവിടേക്ക് നിൽക്കാൻ പോവാൻ. അത് പറഞ്ഞതോടെ മുടി ചീകിക്കൊണ്ടിരിക്കുന്ന അവൾ പെട്ടെന്ന് നിർത്തി ഷാഫിയെ നോക്കി. അവളതിൽ വീണെന്ന് മനസ്സിലാക്കിയ ഷാഫി വീണ്ടും പറഞ്ഞു, എന്തേ നിനക്ക് ഇപ്പോൾ അടുത്തൊന്നും അങ്ങോട്ട് പോകണമെന്നൊന്നില്ലേ? ഉടനെ അവൾ പറഞ്ഞു, ഇപ്പോൾ തന്നെ പോയാലോ എന്നാണ്. എന്നിട്ടാ? പഠിച്ചോനെ, കിട്ടുന്ന ഓരോ മറുപടിയും തനിക്ക് മനസ്സിന് ഇഷ്ടപ്പെടാത്തതാണല്ലോ. സാരില്ല, ക്ഷമിച്ചേക്കാം എന്ന് മനസ്സ് പറഞ്ഞതും വീണ്ടും ചോദിച്ചു, എന്നാൽ നമുക്ക് 2 ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് പോയി നിൻ്റെ കുടുംബത്തിലേക്കൊന്ന് കറങ്ങി എല്ലാവരെയും പരിചയപ്പെടട്ടോ. അതെന്തിനാ? എൻ്റെ വീട്ടിൽ പോകാം, അത്ര മതി. കൂടുതൽ ചോദിക്കാൻ തോന്നിയില്ലെങ്കിലും അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് എന്ന് ചിന്തിച്ച് കൂടുതലൊന്നും ചോദിക്കാതെ അവളെ നോക്കിയപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ക്ലാസ്സിന് പോകണമെന്നുണ്ട്. ഇതുവരെ പഠിച്ചിട്ട് വീട്ടിൽ ഒരുങ്ങിക്കൂടാൻ പറ്റില്ല. ആ ചോദ്യം പ്രതീക്ഷിച്ചിരുന്ന ഷാഫി അവളുടെ ബുദ്ധി അളന്നു കഴിഞ്ഞിരുന്നു. ഭർത്താവിൻ്റെ അടുത്തിരിക്കുമ്പോൾ ഭർത്താവിന് എന്താണോ ഭാര്യയിൽ നിന്നും വേണ്ടത് അത് നൽകുന്നതിന് മുമ്പേ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമ്മതം വാങ്ങുക എന്ന ചില പെണ്ണുങ്ങളുടെ അപാരമായ തന്ത്രം, കേട്ടറിഞ്ഞ തന്ത്രം ഇപ്പോഴിതാ മുന്നിൽ കണ്ടിരിക്കുന്നു. ഇപ്പോൾ ഉപയോഗിക്കേണ്ടത് ആണിൻ്റെ പക്വതയാണെന്ന് മനസ്സിലാക്കിയ ഷാഫി മറുപടി നൽകി. ഇൻഷാ അല്ലാഹ്, ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. കമൻറ്റ് എന്താണെങ്കിലും നിങ്ങൾ അറിയിക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അസ്സലാമു അലൈക്കും.